എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തവണ IPL 2024 ശരിക്കും പറഞ്ഞാൽ റെക്കോർഡുകൾ പെരുമഴയായി പെയ്തൊഴുന്ന ഒരു സീസൺ തന്നെയാണ്. അങ്ങനെ ഒരിക്കൽ കൂടി റെക്കോർഡ് ഭേദിച്ച പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആവേശ വിജയമാണ് ഒരു റണ്ണിന് RCBക്കെതിരെ നേടിയെടുത്തിട്ടുള്ളത്. അവസാന പന്ത് വരെ നീണ്ട ആവേശ പോരാട്ടത്തിൽ ഒരു റണ്ണിനായിരുന്നു സീസണിലെ തങ്ങളുടെ 7ാം റൗണ്ട് പോരാട്ടത്തിൽ RCB റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ KKR പരാജയപ്പെടുത്തിയത്. തോൽവിയോടുകൂടി RCB പ്ലേ ഓഫ് സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്ലേ ഓഫിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദ്യ ടീമായിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 20 ഓവറിൽ RCBയുടെ ബൗളർമാർ വീണ്ടും ചെണ്ട പോലെ അടികൊണ്ടപ്പോൾ KKR അടിച്ചുകൂട്ടിയത് 6 വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഓവറിൽ 222 റൺസ്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ RCBയും ഒരു വമ്പൻ ചേസിലേക്ക് ഒരു മികച്ച രീതിയിൽ ടാർഗറ്റ് ചേസ് ചെയ്യുമെന്ന് തോന്നിക്കുക അവസാന പന്ത് വരെ നീണ്ട പോരാട്ടത്തിലായിരുന്നു. ഒരു പൊരുതി തോറ്റ പരാജയം തന്നെ എന്ന് വിശ്വസിപ്പിക്കാം. KKRന് വേണ്ടി ഫിൽ സോൾട്ട് 14 പന്തിൽ 48, സുനിൽ നരേൻ 10, അങ്കുഷ് രഘുവൻഷി 3, വെങ്കടേഷ് അയ്യർ 16. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തൻ്റെ ഈ സീസൺ ആദ്യ അർദ്ധ സെഞ്ചുറി RCBക്കെതിരെ ഈഡൻ ഗാർഡൻസിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ ഇന്നും RCBയുടെ ബൗളർമാർ നല്ല പോലെ തന്നെ റൺസ് വഴങ്ങിയിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് സിറാജ് 4 ഓവറിൽ 40 റൺസ് വഴങ്ങിയപ്പോൾ 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. യഷ് ദയാൽ 4 ഓവറിൽ 56 റൺസ് വഴങ്ങിയാണ് 2 വിക്കറ്റ് നേടിയിട്ടുള്ളത്. ലോക്കി ഫെർഗൂസൺ 1, കാമറോൺ ഗ്രീൻ 2 വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. RCBയുടെ തുടക്കം അല്പം പരിതാപകരം തന്നെയായിരുന്നു. വിരാട് കോഹ്ലി, ഫാഫ് ഡു പ്ലസി സ്റ്റാർ ഓപ്പണിംഗ് സഖ്യം ക്രീസിൽ നിലയുറപ്പിക്കും മുൻപ് തന്നെ പുറത്താക്കപ്പെട്ടിരുന്നു. എന്നാൽ വിൽജോക്സിൻ്റെയും അതോടൊപ്പം തന്നെ സുയാഷ് പ്രഭുദേശായിയുടെയും ദിനേഷ് കാർത്തിക്കിൻ്റെയും ഒക്കെ ഒരു മികച്ച ഇന്നിങ്സുകളായിരുന്നു RCB 221 വരെയെങ്കിലും കൊണ്ടെത്തിച്ചത്. 32 പന്തിൽ 4 4ഉം 5 6ഉം ഉൾപ്പെടെയായിരുന്നു വിൽജോക്സ് ഈ ഒരു സീസണിൽ തൻ്റെ ആദ്യ അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയത്. ഒപ്പം രജത് പടിദാറിൻ്റെ ഇന്നിങ്സും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സീസണിലെ ആദ്യ അർദ്ധ സെഞ്ചുറി ആയിരുന്നു KKRനെതിരെ രജത് പടിദാർ ഈഡൻ ഗാർഡൻസിൽ കുറിച്ചത്. 23 പന്തിലാണ് 52 റൺസ് എടുത്ത് താരം പുറത്തായത്. സുയാഷ് പ്രഭുദേശ 24, ദിനേഷ് കാർത്തിക് 25. ഒപ്പം അവസാന ഓവറുകൾ 7 പന്തിൽ 20 റൺസ് അടിച്ച കരൺ ശർമ്മയുടെ ഇന്നിങ്സും RCBയെ ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. KKRന് വേണ്ടി ഹർഷിത് റാണ 2, മിച്ചൽ സ്റ്റാർക്ക്, വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റ് വീതവും, സുനിൽ നരേൻ 2, ആന്ദ്രെ റസൽ 3 വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. അപ്പോൾ ജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് KKR എത്തിയിട്ടുണ്ട്. അപ്പോൾ KKRനെതിരെ കൂടി പരാജയപ്പെട്ടതോടുകൂടി RCBയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മത്സരങ്ങളിൽ 7ലും വിജയിച്ചാൽ മാത്രമേ RCBക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ KKRനെതിരെ ഒരു എപ്പിക് ചേസിലേക്ക് നീങ്ങവേ ഒരു റണ്ണിൻ്റെ ഒരു ദയനീയ പരാജയം, ഒരു നിർഭാഗ്യ പരാജയം ഏറ്റുവാങ്ങിയ RCB IPL 2024 പ്ലേ ഓഫ് നോക്കൗട്ടിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്താക്കപ്പെടുന്ന ആദ്യ ടീമായി മാറിയിട്ടുണ്ട്.